Hello, good evening. Hello, good evening, ma'am. സോ നമ്മൾ അസോസിയേഷൻ റൂളുമായി അല്ലേ അതെ അപ്രിയോറി യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഗ്രോസറി ഡാറ്റാ സെറ്റ് വെച്ചിട്ടായിരുന്നു കൊടുത്തിരുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ നോർമലി ഒരു ഡാറ്റാ സെറ്റ് ലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ലോഡ് ചെയ്തു, ഹെഡ് കൊടുത്തു. സോ ഫസ്റ്റ് 5 rows നമുക്ക് അവിടെ വിസിബിൾ ആയിരിക്കും. ദെൻ അതിന് ശേഷം നമ്മൾ ഡാറ്റാ സെറ്റിന്റെ ആ ഒരു ഡാറ്റ ഫ്രെയിമിന്റെ ഷേപ്പ് ചെക്ക് ചെയ്ത് നോക്കി. അറൌണ്ട് 38,765 റോസും 3 columns ആണ് മെയിൻലി ഉള്ളത്. ദെൻ അതിൽ നിന്ന് നമ്മൾ നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ദെൻ ഡാറ്റ ആ ഒരു നമ്മുടെ ടാർജറ്റ് കോളം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പ് കാറ്റഗറിക്കൽ കോളം ഇവിടെ വരുന്നത് ഐറ്റം ഡിസ്ക്രിപ്ഷൻ ആണ്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്തു, യൂണിക് വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. സോ കുറച്ച് അധികം യൂണിക് വാല്യൂസ് നമുക്ക് അവിടെ വന്നിരുന്നു. ദെൻ അതിനെ നമ്മൾ എന്ത് ചെയ്തു, വൺ ഹോട്ട് എൻകോഡിങ് യൂസ് ചെയ്ത് ഗെറ്റ് ഡമ്മീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് കോളംസ് ആക്കി മാറ്റി. ദെൻ എന്ത് ചെയ്തു, ഇവിടെ കംപ്ലീറ്റ്ലി സീറോസും വൺസും ആയിരിക്കും. സോ വൺ വന്ന സ്ഥലത്തൊക്കെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, ആ ഒരു ഐറ്റത്തിന്റെ നെയിം വരുന്ന രീതിക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു. ഓക്കെ, സോ ഐറ്റം ഡിസ്ക്രിപ്ഷൻ യെസ്, ഇവിടെ സീറോസും വൺസും വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഗ്രൂപ്പിംഗ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഐറ്റം നെയിം കൊടുത്തത്. സോ ഇവിടെ എന്ത് ചെയ്തു, മെമ്പർ നമ്പറും ഡേറ്റും വെച്ചിട്ടുള്ള ഗ്രൂപ്പിംഗ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഐറ്റം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു കോളം ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ആ രണ്ട് കോളത്തിനെ എന്ത് ചെയ്തു, മെമ്പർ നമ്പറിനെയും ഡേറ്റിനെയും ഗ്രൂപ്പിംഗ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ മെമ്പർ നമ്പറും ഏതൊക്കെ ഡേറ്റിലാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് സീറോസും വൺസും വെച്ച് റെപ്രസെന്റ് ചെയ്ത് നമുക്ക് കിട്ടും. ദെൻ ആ ഒരു ഡാറ്റനെ നമ്മളൊരു ഫംഗ്ഷൻ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെറ്റ് പ്രൊഡക്റ്റ് നെയിംസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ ആണ് ഗെറ്റ് പ്രൊഡക്ട്സ് നെയിം എന്ന് പറയുന്നത്. സോ നമ്മളൊരു ഇഫ് കണ്ടീഷൻ വെച്ചു, വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ വാല്യൂ ആ ഒരു കറസ്പോണ്ടിങ് ലൊക്കേഷൻ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സെല്ലിൽ വണ്ണിന് പകരം ആ ഒരു പ്രൊഡക്റ്റ് നെയിം അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. ദെൻ അത് റിട്ടേൺ ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇച്ചിരി അധികം റോസും കോളംസ് ഒക്കെ ഉണ്ട്. സോ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ട്രൂ വരുന്ന എല്ലാ പൊസിഷനിലും ആ കറസ്പോണ്ടിങ് ഐറ്റം വരുന്ന രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ അതിൻ്റെ എന്ത് ചെയ്തു, അറേ ഫോർമാറ്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാല്യൂസ് എടുത്തു. സോ 2 dimensional അറേ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, സീറോസിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു. സോ നമുക്ക് ആ ഒരു ഐറ്റത്തിന്റെ ഗ്രൂപ്പ്സ് മാത്രം ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സീറോസിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തത്. ഇതിൽ നിന്ന് സീറോസ് നമുക്ക് ആവശ്യമില്ല, ആ ഒരു പ്രൊഡക്റ്റ് നെയിം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ അതിനെ മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തെടുത്തു. ദെൻ അതൊരു ലിസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ദെൻ അതിന് ശേഷം ലാസ്റ്റ് എന്താ ചെയ്തത്, ഒത്തിരി ഗ്രൂപ്പ്സ് ഓഫ് ഐറ്റംസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ദെൻ നമ്മുടെ മെയിൻ തിങ് എന്താണ്, നമ്മൾ ആ ഒരു റൂള് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ നമ്മൾ ട്രാൻസ് എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് അസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൽ മിൻ സപ്പോർട്ട്സ്, മിൻ കോൺഫിഡൻസ്, അതേപോലെ തന്നെ മിൻ ലെഫ്റ്റ്, മിൻ ലെങ്ത്, സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ അപ്രിയോറി അൽഗോരിതം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫണ്ടമെന്റൽ ലേണിംഗ് ടെക്നിക്ക് ആണ്. സോ അസോസിയേഷൻ റൂൾ മൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ഫ്രീക്വന്റ് ഐറ്റം സെറ്റിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിന് ഒരു വലിയ ട്രാൻസാക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വലിയ ട്രാൻസാക്ഷണൽ ഡാറ്റ സെറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിനെ എടുക്കാൻ വേണ്ടിയിട്ട്, ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ അപ്രിയോറി അല്ലെങ്കിൽ അസോസിയേഷൻ റൂൾ മൈനിങ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക്. ലൈക്ക് ഇതിലെങ്ങനെയാ വർക്ക് ചെയ്യുന്ന വെച്ചാൽ, ഇഫ് ഇന്ന ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദെൻ ഇന്നത് സംഭവിക്കണം എന്നുള്ള രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ അസോസിയേഷൻ റൂൾ എന്ന് പറയുന്നത്. സോ കസ്റ്റമേഴ്സ് ബ്രെഡ് വാങ്ങുന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു കസ്റ്റമർ ബ്രെഡ് വാങ്ങുന്നുണ്ട്, ഒപ്പം തന്നെ എന്താണ് ബട്ടറും കൂടി വാങ്ങുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാണ്. ഓക്കെ, സോ ആ ഒരു ഗ്രൂപ്പ് എത്രത്തോളം എന്താ പറയാ മാച്ചിങ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഐറ്റംസ് ഫ്രീക്വന്റ്ലി വാങ്ങുന്ന ആ ഒരു ഗ്രൂപ്പ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ അസോസിയേഷൻ റൂൾ യൂസ് ചെയ്തത്. സോ ഒരു ഐട്രേറ്റീവ് ആയിട്ട്
ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഐറ്റം സെറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്രിയോറി പ്രോപ്പർട്ടി എന്ന് അറിയാം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ അതിൽ വരുന്നതാണ് എന്ത് സപ്പോർട്ട് ത്രെഷോൾഡ് വരുന്നുണ്ട്, അതാണ് ഈ മിനിമം സപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് തന്നെ അപ്രിയോറി പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് കോർ പ്രിൻസിപ്പിൾ ആണ്. സോ സെറ്റ് ഓഫ് ഐറ്റംസ്, ആ ഒരു സെറ്റ് ഓഫ് ഐറ്റംസിന് നമ്മൾ കൊടുത്തതാണ് ഇത് ഈ ട്രാൻസ് എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ എന്താണ് സപ്പോർട്ട് ത്രെഷോൾഡ്, അതാണ് മിനിമം സപ്പോർട്ട് എന്ന് പറയുന്നത്. മിനിമം സപ്പോർട്ട് ത്രെഷോൾഡ് എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഐറ്റം അല്ലെങ്കിൽ ആ ഒരു ഐറ്റം സെറ്റ് എത്രത്തോളം ഫ്രീക്വൻ്റ്ലി അപ്പിയർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു മെഷർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. സോ മിനിമം ഇവിടെ തൗസൻഡ്സ് ഓഫ് വാല്യൂസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ അതുകൊണ്ട് 0.0003 ആണ് കൊടുത്തിരിക്കുന്നത്. സോ 1000 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സപ്പോർട്ടുള്ള ആ ഒരു സെറ്റ് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. സോ ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇത് മിനിമം കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സോ 0.05 ആണ് അതിൻ്റെ വരുന്നത്. അത് ഒരു ഐട്രേറ്റീവ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കോൺഫിഡൻസ് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് മിൻ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് മിൻ ലെങ്ത്തും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നത് എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് ആ ഒരു ഐറ്റം സെറ്റ് വരുന്നതെന്നുള്ള ഒരു കൗണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്പോർട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി, ഐറ്റം വൈ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഐറ്റം എക്സും കൂടി പർച്ചേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ആ ഒരു പ്രോബബിലിറ്റി ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ആ ഒരു കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ദെൻ ലിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മെഷറാണ്, ആ രണ്ട് ഐറ്റംസും എത്രത്തോളം പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ഇൻഡിവിജ്വലി പർച്ചേസ് ചെയ്യുന്നതിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രത്തോളം ആ രണ്ട് പ്രൊഡക്ട്സിനെയും കമ്പൈൻ ചെയ്ത് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു മിൻ ലിഫ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ എന്താണ് മിൻ ലെങ്ത് ആണ് നെക്സ്റ്റ് വരുന്നത്. മിൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ അപ്രിയോറി അൽഗോരിതത്തിന്റെ ഒരു ടേം എന്ന് വേണമെങ്കിൽ പറയാം, ബട്ട് പ്രത്യേകിച്ച് റിലേഷൻ ഒന്നുമില്ല. ആ ഒരു കൺസെപ്റ്റ് മിൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു HTML കൺസെപ്റ്റ് പോലെ തന്നെ ആ ഒരു ലെങ്ത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സോ മിൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ മിനിമം ത്രെഷോൾഡ് വാല്യൂ, മിനിമം മെട്രിക്സ് നമ്മൾ കൊടുക്കുന്നതാണ് ആ മിൻ ലിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇറലവൻ്റ് ആണ് ഇത്, മിൻ ലെങ്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ദെൻ നമ്മൾ ആ റൂൾസ് വെച്ചിട്ട് എന്ത് ചെയ്തു, അതിന് ആ റൂൾസിനെ തന്നെ നമ്മളൊരു ഡാറ്റ ഫ്രെയിം ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഡാറ്റയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ദെൻ ലാസ്റ്റ് എന്താണ് നമ്മൾ ഓരോ ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ എടുക്കുവാണ്. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, ഓർഡർ സ്റ്റാറ്റിസ്റ്റിക് വരുന്നുണ്ട്. സോ ഫ്രോസൺ സെറ്റ് ആയിട്ടാണ് വരുന്നത്. അതിൽ തന്നെ ഐറ്റം ബേസ് ഉണ്ട്, അതേപോലെ ഐറ്റംസ് ആഡ് ഉണ്ട്, ദെൻ കോൺഫിഡൻസ് ഉണ്ട്, ദെൻ ലെഫ്റ്റ്. ഓക്കെ, സോ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടന്റും കൂടി നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഐറ്റം നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഐറ്റത്തിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ. അതായത് ഐറ്റം ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു ഡാറ്റ സെറ്റിൽ ആ ഒരു ട്രാൻസാക്ഷണൽ ഡാറ്റയിൽ നമ്മൾ കസ്റ്റമർ പർച്ചേസ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിൽ എടുത്ത ഒരു ഐറ്റം, അതാണ് ഐറ്റം ബേസ് ആയിട്ട് മീൻ ചെയ്യുന്നത്. ദെൻ ഐറ്റംസ് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ടേം അല്ല, ബട്ട് ആ ഒരു ഐറ്റം സെറ്റ്സിനെ തന്നെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് അനലൈസ് ചെയ്തതിന് ശേഷം ഫ്രീക്വൻ്റ്ലി അപ്പിയർ ചെയ്യുന്നതിനെ ഐഡന്റിഫൈ ചെയ്യുവാണ് അവിടെ ചെയ്യുന്നത്. ദെൻ ഫ്രീക്വൻ്റ്ലി ഓക്കറിങ് ഐറ്റം സെറ്റ്സിനെ ആയിരിക്കും അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ കോൺഫിഡൻസ് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു മെട്രിക് ഇൻഡെക്സസ് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ഒരു റൂൾ ബേസ്ഡ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കൂലേ, സോ അതേപോലെ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്തായിരുന്നു, ലിഫ്റ്റ് ആയിരുന്നു. അതും ഇവിടെ മെട്രിക്സ് ബേസ്ഡ് തന്നെയാണ് നോക്കുന്നത്. സോ ലിഫ്റ്റ് ഓഫ് എ ടു ബി എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഓഫ് എ ടു ബി ബൈ സപ്പോർട്ട് ഓഫ് ബി എന്നുള്ള ഒരു ഇക്വേഷൻ ആണ്. സോ ഇത് കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് വരുന്നത്. സോ ലിഫ്റ്റിന്റെ വാല്യൂ ഒരു പോസിറ്റീവ് നമ്പർ ആണ്, ഗ്രേറ്റർ ദാൻ 1 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
എന്താ പറയുക, പർച്ചേസ് ഇൻക്രീസ് എന്ന് പറയുന്ന ആ ഒരു ഐറ്റത്തിനെ പർച്ചേസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബിയും കൂടി പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി 1 ആണെന്നുണ്ടെങ്കിൽ വലിയ കോറിലേഷൻ ഒന്നുമില്ല, ആ രണ്ട് ഐറ്റം സെറ്റ് തമ്മിൽ എയും ബിയും തമ്മിൽ വലിയ കോറിലേഷൻ ഒന്നും ഇല്ല, ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നെഗറ്റീവ് <1 ആണ് ലിഫ്റ്റിന്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണ് മീൻ ചെയ്യുന്നത്. സോ അത് രണ്ടും ഒരുമിച്ച് വാങ്ങാനുള്ളത് വളരെ ചാൻസസ് കുറവാണെന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത് കേട്ടോ. സോ ഐറ്റംസ് ബേസിനെ നമ്മൾ ആന്റിസിഡന്റ് എന്നും അതേപോലെ തന്നെ ഐറ്റംസ് ആഡിനെ കോൺസിക്വന്റ് എന്നും നമ്മൾ പറയും. ദെൻ നമുക്ക് ഓരോന്നിന്റെ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കറസ്പോണ്ടിങ് എത്ര ഐറ്റം സെറ്റ് ഉണ്ട്, ബേസ് ആയിട്ട് എത്ര എണ്ണം വരുന്നതെന്നൊക്കെ നമുക്ക് ഇതേപോലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഇതായിരുന്നു ലാസ്റ്റ് എടുത്തതിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രോസറീസ് ഡാറ്റാ സെറ്റ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡീപ്പ് ലേണിംഗ് അടക്കമാണ് കേട്ടോ. നമ്മൾ 3 ഡാറ്റാ സെറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അൺസൂപ്പർവൈസ്ഡിൽ പറഞ്ഞിരുന്നു. ഓരോന്നിലും ഓരോ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്തത്. ഒരെണ്ണത്തിലെ കെ മീൻസ് ആയിരുന്നു, ഒരെണ്ണത്തിൽ അപ്രിയോറി റൂൾ ആയിരുന്നു, ഒരെണ്ണം ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് ആയിരുന്നു. സോ ഓരോന്നും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് ഡീപ്പ് ലേണിംഗ് അടക്കുവാണ്. സോ ഡീപ്പ് ലേണിംഗിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഡീപ്പ് ലേണിംഗ് നമ്മൾ എലാബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഡീപ്പ് ലേണിംഗ് എന്താന്നൊക്കെ? ഇല്ല അല്ലേ? ഓക്കെ, നമുക്ക് ഇതിൽ തന്നെ ആഡ് ഓൺ ചെയ്യാം. ഇതൊരു റിഗ്രഷൻ ഡാറ്റയാണ്. സോ എയ്ൻ ഡയമണ്ട് റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫയലിനെ സേവ് ചെയ്യുന്നുണ്ട്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡീപ്പ് ലേണിംഗ് എന്ന് ഡിസ്കസ് ചെയ്യാം. ഡീപ്പ് ലേണിംഗ്, ഓക്കെ. ഓക്കെ, സോ നമ്മൾ മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതെന്തായിരുന്നു? ഒരു ഇതെന്താ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടല്ലോ. നമ്മൾ മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു അൽഗോരിതം ബേസ്ഡ്, ഓരോന്നിനും ഓരോ അൽഗോരിതം ബേസ്ഡ് ആയിരുന്നു അതിന്റെ വർക്കിംഗ് വരുന്നത്. സോ റിഗ്രഷൻ ഡാറ്റാ സെറ്റ് ആണെങ്കിൽ റിഗ്രഷൻ അൽഗോരിതംസ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഡാറ്റാ സെറ്റ് ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് ഒക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് മെഷീൻ ലേണിങ്ങിന്റെ സബ്സെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡീപ്പ് ലേണിങ്ങിനെ പറയാൻ പറ്റും. സോ ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ്. എ ഐന്റെയും ഒരു പാർട്ടാണ് ഇത് വരുന്നത്. എ ഐന്റെ സബ്സെറ്റ് ആണ് ഇത് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. സോ മെഷീൻ ലേണിംഗിന്റെയും സബ്സെറ്റ് ആയിട്ട് വരുന്നതാണ് ഇത് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ലെയേഴ്സ് ആയിട്ട് ഇതേയും ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മോഡലിംഗ് ചെയ്യുന്നതും. ഒരു ഹ്യൂമൻ ബ്രെയിനിന്റെ സിമിലർ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഹ്യൂമൻസിന്റെ നെർവസ് സിസ്റ്റത്തിനോട് സിമിലർ ആയിട്ടാണ് എനെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മളല്ല, അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ ബ്രെയിനിന്റെ നെർവസ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ന്യൂറോൺസിന്റെ ഇവിടെയും കൺസെപ്റ്റ് വരുന്നുണ്ട്. സോ ഓരോ ലെയേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളിവിടെ ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ ഇന്റർവെൻഷന്റെ ഒരു കോംപ്ലക്സ് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത് ANN അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേട്ടോ.
ഈ ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ട് നമ്മൾ ഓരോ ഡാറ്റേനെ ഇങ്ങനെ ഇതിൻ്റെ സിമിലാരിറ്റീസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ പ്രോസസ്സിങ് കഴിയുമ്പോൾ ആ കോംപ്ലെക്സ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെയും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. സോ ഇമേജ് റെക്കഗ്നീഷന്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന്, ഓട്ടോണോമസ് ട്രെയിനിങ്ങിനൊക്കെ നമുക്ക് ഈ ഒരു ഡീപ്പ് ലേണിംഗ് കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഡീപ്പ് ലേണിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള കോർ കൺസെപ്റ്റ് വരുന്നത്. സോ ഡീപ്പ് ലേണിംഗ് അൽഗോറിതംസ് ഉണ്ട് നമുക്ക്. സോ ഹ്യൂമൻ ബ്രെയിനിൻ്റെ നെറ്റ്വർക്ക്, ന്യൂറൽ നെറ്റ്വർക്കിനെ അതിനെ എന്താണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് കംപ്ലീറ്റ്ലി അല്ല, ബട്ട് ഓൾമോസ്റ്റ് പ്രിഡിക്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ മോഡലിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ലെയേർഡ് സ്ട്രക്ചറാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. സോ ഈ അൽഗോരിതം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലെയേഴ്സ് ആണ്. ഇൻപുട്ട് ലെയർ ഉണ്ടാവും. സോ ഒരു ലെയറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് ലേണിംഗ് ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റനെ കൊടുക്കുമ്പോൾ ഇനീഷ്യലി ഒരു ഇൻപുട്ട് ലെയർ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഇൻപുട്ട് ലെയർ കഴിഞ്ഞതിന് ശേഷമുള്ള ലെയർ ഹിഡൻ ലെയർ ആണ്. ദെൻ ഔട്ട്പുട്ട് ലെയർ. സോ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഇടയിലുള്ള ലെയർ ആണ് ഹിഡൻ ലെയർ. ഹിഡൻ ലെയർ എത്ര എണ്ണം വേണമെങ്കിലും ആവാം. ചിലപ്പോൾ ഒരെണ്ണം ആയിരിക്കാം, ചിലപ്പോൾ 5 എണ്ണം ആയിരിക്കാം. സോ അത് വാരി ചെയ്തുകൊണ്ടിരിക്കും. ദെൻ റിസൾട്ടൻറ്റ് ലെയറിന് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് വാല്യൂ ഏതിലായിരിക്കും? ഔട്ട്പുട്ട് ലെയറിലായിരിക്കും ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രിഡിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എന്താണോ അതുണ്ടാവുക ഔട്ട്പുട്ട് ലെയറിലായിരിക്കും. ദെൻ ഇവിടെ എന്താ ഉള്ളിൽ ഇന്നർ പ്രോസസ്സ് എന്ത് നടക്കണമെന്ന് വെച്ചാൽ ആ ഡാറ്റയിൽ നമ്മൾ ഡീപ്പ് ലേണിംഗ് മോഡൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വലിയൊരു ഡാറ്റ സെറ്റിനെയൊക്കെയാണ് ലേൺ ചെയ്യിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് എക്സ്പോഷറിലൂടെ ആ ഒരു ഡാറ്റേനെ നല്ലപോലെ പഠിച്ച് അതിൻ്റെ പാറ്റേൺസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ. സോ ആ ഒരു ഡാറ്റേൻ്റെ ഫീച്ചേഴ്സ്, പാറ്റേൺസ്, ആ ഒരു റോ ഇൻഫോർമേഷനിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എന്താണ് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഫീച്ചർ ഹൈറാർക്കി വരും. സോ ഒരു ലെയർ ബൈ ലെയർ ആകുമ്പോൾ ആ ഓരോന്നെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇമേജ് ആണ് നമ്മൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജിൽ എന്തുണ്ട്? എഡ്ജസ് ഉണ്ട്, അതേപോലെ ഷേപ്സ് ഉണ്ടാവാം, ഒബ്ജക്ട്സ് ഉണ്ടാവാം. സോ അതിനൊക്കെ ഓരോന്നും ഓരോ ലെയറായിട്ട് നമ്മൾ ആ ഇമേജിനെ ഡീപ്പായിട്ട് പഠിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ദെൻ കമ്പ്യൂട്ടേഷണൽ പവറും ഉണ്ട്. സോ നമുക്ക് ഇതിൽ ഇപ്പം നമ്മൾ കേർണൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ കേർണൽ റീകണക്ട്, ഐ തിങ്ക് റീകണക്ട് കേർണൽ കൊടുത്തിട്ട് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സെറ്റിങ്സിലാണ് ചേഞ്ച് കേർണൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ലാസ്റ്റ് ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുക. സോ ഇതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കേർണൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ടൈപ്പ് എന്തല്ല അത് ഞാൻ പറഞ്ഞുതരാം. സോ അതിൽ നിങ്ങൾക്ക് കേർണൽസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഐ തിങ്ക് അത് കൊളാബിലാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ കൊളാബിലാണെങ്കിൽ നമുക്ക് ആ കേർണലിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. സോ GPU ഒക്കെ ആണെങ്കിൽ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇമേജസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. സോ ഡീപ്പ് ലേണിങ്ങിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ വിഷനെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ NLP, ഓട്ടോണോമസ് വെഹിക്കിൾസ്, അതേപോലെ ഇ-കൊമേഴ്സ്, ഹെൽത്ത് കെയർ, ഏതൊരു ഫീൽഡിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീപ്പ് ലേണിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് എന്താണ് ഡീപ്പ് ലേണിംഗ് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. It is a specialized type of machine learning and artificial intelligence that uses layered artificial neural networks modeled after the human
brain to learn from vast amounts of data and make complex decisions without human intervention. Okay. സോ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീപ്പ് ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതിൽ തന്നെ മെയിനായിട്ട് പറയുവാണെങ്കിൽ കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യുക, ഹ്യൂമൻ ബ്രെയിൻ പോലെ ഇൻസ്പയർ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഡീപ്പ് ലേണിങ്ങിൽ തന്നെ എന്താണ് ഓരോ ലെയേഴ്സ് ആയിട്ട് ഇൻപുട്ട് ലെയർ ഉണ്ട്, ഹിഡൻ ലെയർ ഉണ്ട്, അതേപോലെ ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. സോ ഇതിൻ്റെ ബേസിസിലാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇവിടെയും എന്താണ് മൾട്ടി ലെയർ, മറ്റേ പെർസെപ്ട്രോൺ, സിംഗിൾ ലെയർ ന്യൂറോണിനെ പെർസെപ്ട്രോൺ എന്നും പറയും. സോ അതേപോലെ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ ഉണ്ട്, മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉള്ളതിനെ നമ്മൾ അങ്ങനെ പറയും. അതേപോലെ ബാക്ക് പ്രൊപ്പഗേഷൻ ഉണ്ട്. ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഒരു ഇൻപുട്ട് ലെയർ ഉണ്ട്, ഹിഡൻ ലെയർ, ദെൻ ഔട്ട്പുട്ട് ലെയർ. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരിക. സോ ഇങ്ങനെ ഒരു ഐട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് ഈ ഒരു മെത്തേഡിൽ ഇൻപുട്ട് ലെയർ കഴിഞ്ഞു, ഹിഡൻ ലെയർ കഴിഞ്ഞു, ഔട്ട്പുട്ട് ലെയറിലേക്ക് എത്തുന്നതിന് ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്നും, ഇതിൻ്റെ റിവേഴ്സിക്ക് ഔട്ട്പുട്ട് ലെയർ കഴിഞ്ഞതിന് ശേഷം ഔട്ട്പുട്ട് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് കുറച്ച് വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വെയ്റ്റ്സും അതേപോലെ ബയാസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ഏകദേശമൊക്കെ ആ ഒരു വാല്യൂക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ വാരി ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. സോ ആ ഒരു ബാക്ക്വേർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുക കേട്ടോ. ദെൻ നമുക്ക് ടൈപ്സ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്സ് വരുന്നുണ്ട്. ANN, CNN, RNN ആണ് മെയിനായിട്ട് പറയുക. സോ നെക്സ്റ്റ് അതും കൂടി എന്താണെന്ന് ചെറുതായിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് ടൈപ്സ് ഓഫ് ന്യൂറൽ networks. First one, ANN, അതായത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ഇതിനെ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് എന്നും പറയൂ കേട്ടോ. രണ്ട് നെയിമിൽ പറയാം, അല്ലെങ്കിൽ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്നും പറയും, അതായത് FNN അങ്ങനെയും പറയും. ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് ANN ആണ്. ഇവിടെ ഡാറ്റ ഒരു സിംഗിൾ ഡയറക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ, ഈ ഒരു സിംഗിൾ ഡയറക്ഷനിലായിരിക്കും വരുന്നത്. സോ ബേസിക് ടാസ്ക് ഒക്കെ ലൈക്ക് ക്ലാസിഫിക്കേഷൻ പോലുള്ള ബേസിക് ടാസ്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ANN യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ the simplest type of ANN ആണ് where data flows in one direction from input to output. Input to output ആണ് വരുന്നത്. It is used for basic tasks like ക്ലാസിഫിക്കേഷൻ പോലുള്ള ടാസ്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. സോ ഇതാണ് ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് എന്താ, CNN എന്ന് പറയും, അതായത് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയും കേട്ടോ. സോ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്.
ഓക്കെ, കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്നും നമ്മൾ എന്തിനെ പറയും? CNN പറയും. സോ CNN വരുമ്പോൾ കുറച്ചും കൂടി ഇമേജസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രിഡ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഇമേജസിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CNN എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഒരു ഗ്രിഡ് ലൈക്ക് സ്ട്രക്ചർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കളേഴ്സ് വെച്ചിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് പോലെ നമ്മൾ എന്തോ ഷെയ്ഡ്സ് ഒക്കെ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെജോറിറ്റി നമ്മൾ CNN ഹാൻഡിൽ ചെയ്യുക കേട്ടോ. മെയിൻലി ഇമേജസ് ആണ്. ഇമേജസിനെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ്ലി CNN ആ ഒരു ലെയറിലാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. കമ്പ്യൂട്ടർ വിഷൻ ടാസ്ക്സ്, അതേപോലെ തന്നെ ഹൈറാർക്കീസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡാറ്റേനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക CNN. സോ CNN ആർ specialized for processing grid-like data such as images. Then CNNs use എന്താണ് അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഹിഡൻ ലെയറിൽ തന്നെ നമ്മൾ കൺവല്യൂഷണൽ ലെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. സോ കൺവല്യൂഷണൽ layers, light one. Convolutional layers to detect spatial hierarchies, making them ideal for computer vision tasks. Okay. സോ ഒരു ഹൈറാർക്കി പോലെ നമ്മൾ കൺവല്യൂഷണൽ ലെയർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഡാറ്റേനെ ഐഡന്റിഫൈ ചെയ്യുന്നതും സ്പെഷ്യൽ ഹൈറാർക്കീസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ ടാസ്കിനൊക്കെയാണ് ഏറ്റവും ഐഡിയൽ ആയിട്ട് നമ്മൾ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ആണ് ഇത് റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയും, RNN. ഓക്കെ, സീക്വൻഷ്യൽ ഡാറ്റേനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് ടൈം സീരീസ് ഡാറ്റ അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജിനൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെജോറിറ്റി എന്ത് യൂസ് ചെയ്യുക, RNN നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. നെക്സ്റ്റ് വൺ RNN, റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്. So RNN are able to process sequential data such as time series ആവാം, maybe time series, അതേപോലെ തന്നെ and natural language. ടൈം സീരീസ് അതേപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ RNNs have loops to retain information over time, enabling applications like language modeling നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്പീച്ച് റെക്കഗ്നീഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ LSTMs ഉണ്ട്, GRUs ഉണ്ട്. സോ വാനിഷിംഗ് ഗ്രേഡിയന്റ് ഇഷ്യൂസിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മെയിൻലി ഇത് മൂന്നാണ് പറയുക, ANN, CNN, RNN. സോ ANN എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. സോ ഒരു സിമ്പിൾ ടൈപ്പ്, ഒരു വൺ ഡയറക്ഷണൽ ആർക്കിടെക്ചർ ആണ്, ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ആണ് ഇത് ANN എന്ന് പറയുന്നത്. CNN എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇമേജസുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, ഇമേജസ് അതേപോലെ ഗ്രിഡ് ലൈക്ക് ഡാറ്റേനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് CNN എന്ന് പറയുന്നത്. RNN എന്ന് പറയുമ്പോൾ സീക്വൻഷ്യൽ ഡാറ്റ പോലെ ടൈം സീരീസ് അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ്, സ്പീച്ച് റെക്കഗ്നീഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് RNN എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ പറയുന്നത്. ഡീപ്പ് ലേണിംഗ് എന്താണെന്നും
ദെൻ അതിന്റെ ടൈപ്സ് പറഞ്ഞിരുന്നു. ഇത് ഫോർവേഡ് നെറ്റ്വർക്ക്, ഇതിന്റെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ സിമ്പിൾ ആയിട്ട് ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ, ഈ ഒരു സിംഗിൾ ലൈൻ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ഫോർവേഡ് പ്രൊപ്പഗേഷൻ നമ്മൾ പറയും. ദെൻ ഇതിന്റെ റിവേഴ്സ് ചെയ്യുന്നതിന് ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ എന്ന് നമ്മൾ പറയും കേട്ടോ. സോ നമുക്ക് ഡയമണ്ട് ഡാറ്റ സെറ്റ് ആയിരുന്നു നമ്മൾ ലോഡ് ചെയ്തായിരുന്നത്. സോ നമുക്ക് ആ ഒരു ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാം. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ടെൻസർഫ്ലോ ഇൻസ്റ്റാൾ ചെയ്യണം. സോ പിപ്പ് ഇൻസ്റ്റാൾ ടെൻസർഫ്ലോ. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ടെൻസർഫ്ലോ ഇൻസ്റ്റാൾ ചെയ്യണം. സോ എന്താണ് ടെൻസർഫ്ലോ? ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ലൈബ്രറി ആണ്, ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ടെൻസർഫ്ലോ എന്ന് പറയുന്നത്. നമ്മൾ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലാർജ് ഡാറ്റ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഓഫ് മെഷീൻ ലേണിംഗ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ടെൻസർഫ്ലോ എന്ന് പറയുന്നത്. ഒരു കോംപ്രിഹെൻസീവ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. സോ അതിൽ ഒത്തിരി ലൈബ്രറീസ്, കമ്മ്യൂണിറ്റി റിസോഴ്സസ്, നമുക്കൊരു മോഡലിനെ ബിൽഡ് ചെയ്യാനും ട്രെയിൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെയുള്ള കംപ്ലീറ്റ് റിസോഴ്സസ് നമുക്ക് ഈ ഒരു ടെൻസർഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു ലൈബ്രറി നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിം വർക്ക് ആണ് എന്ത് ടെൻസർഫ്ലോ എന്ന് പറയുന്നത്, ഫ്രെയിം വർക്ക് ആണ് കേട്ടോ. അതിലൊത്തിരി ലൈബ്രറീസും കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ മോഡലിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. സോ നെക്സ്റ്റ് ടെൻസർഫ്ലോ. ഓക്കെ, സോ ടെൻസർഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ലൈബ്രറി ആണ് എന്ന് പറഞ്ഞിരുന്നു. ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇച്ചിരി ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഡാറ്റയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഓപ്പൺ സോഴ്സ് ഫ്രെയിം വർക്ക് ആണെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ഡീപ് ലേണിംഗിലൊക്കെ നമുക്ക് ഫ്രെയിം വർക്ക് പോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ടെൻസർഫ്ലോ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈസിലി ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. സ്പെസിഫിക് പേയ്മെന്റോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവൻ റിസർച്ചേഴ്സിനോ ഡെവലപ്പേഴ്സിനൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറി ആണ്. ഫ്രെയിം വർക്ക് ആണ് ഇത് ടെൻസർഫ്ലോ എന്ന് പറയുന്നത്. മെയിൻലി ഡീപ്പ് ലേണിംഗ് ഫോക്കസ് ചെയ്തിട്ടാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. ട്രഡീഷണൽ മെഷീൻ ലേണിങ്ങിനേക്കാളും ടെൻസർഫ്ലോ കൂടുതലും സപ്പോർട്ട് ചെയ്യുക ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്സിനൊക്കെയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്, അതേപോലെ റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ്, ദെൻ അതിന്റെ ട്രാൻസ്ഫോമർ മോഡൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ആണ്. ദെൻ ടെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ അറേനെയാണ് നമ്മൾ ടെൻസേഴ്സ് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത്. സോ ഒരു ഫണ്ടമെന്റൽ ഡാറ്റ സ്ട്രക്ചർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേനെ കൺസിഡർ ചെയ്യുന്നത്. സോ കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് ലാർജ് ഡാറ്റ സെറ്റിനെ അല്ലെങ്കിൽ അതിലുള്ള കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അതിന്റെ ഡാറ്റ ഫ്ലോ ഗ്രാഫ് ഒക്കെ ഉണ്ട്. സോ ഒരു കൺസ്ട്രക്റ്റിംഗ് ഡാറ്റ ഫ്ലോ ഗ്രാഫ് പോലെ ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. സോ എന്താണ് നോഡ് എന്ന് പറയും, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അതായത് എഡ്ജസ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ദെൻ ഇതിന്റെ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ GPUs അല്ലെങ്കിൽ TPUs ആയിരിക്കും വരുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദെൻ എക്കോസിസ്റ്റം ടൂൾസ്, അതായത് ടെൻസർഫ്ലോയിൽ തന്നെ പല എക്കോസിസ്റ്റംസ് ഉണ്ട്. അതായത് കീറാസ് ഉണ്ട്, ഒരു ഹൈ ലെവൽ API ആണ്. സിംപ്ലിഫൈഡ് മോഡൽ, സിമ്പിൾ ആയിട്ടുള്ള മോഡൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് കീറാസ് എന്ന് പറയുന്നത്. ഇനി ടെൻസർ ബോർഡ് ഉണ്ട്, അതായത് വിഷ്വലൈസേഷനും അതേപോലെ തന്നെ ഡീബഗിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടെൻസർ ബോർഡ് എന്ന് പറയുന്നത്. ദെൻ ഇതേപോലെ തന്നെ ടെൻസർഫ്ലോ എക്സ്റ്റെൻഡഡ് ഉണ്ട്, TFX എന്ന് പറയും. ഒരു എൻഡ് ടു എൻഡ് പ്രൊഡക്ഷൻ മെഷീൻ ലേണിംഗിന്റെ പൈപ്പ് ലൈൻ കൺസെപ്റ്റ് ഒക്കെ അതിലാണ് വരുന്നത്. സോ ഇങ്ങനെ പല സ്റ്റെപ്സ് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ദെൻ സ്കെയിലബിൾ ആണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് വരുന്നത്. ഈ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളാട്ടോ ഈ പറഞ്ഞത്. ടെൻസേഴ്സ് ഉണ്ട്, ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നത്, കമ്പ്യൂട്ടേഷണൽ ഗ്രാഫ് റെപ്രസെന്റേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഒരു ഫ്ലോ പോലെ. ദെൻ സെഷൻസ് വരുന്നുണ്ടെങ്കിൽ മോഡലിനെ ട്രെയിൻ ചെയ്യുക, ആ മോഡലിനെ കൺവേർട്ട് ചെയ്യുക, ദെൻ ഒപ്റ്റിമൈസ് ചെയ്യുക, ഡിപ്ലോയ് ചെയ്യുക, ദെൻ അതിന്റെ കറസ്പോണ്ടിങ് അഡ്ജസ്റ്റ് ഇന്റർഫേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. സോ ടെൻസർഫ്ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is an open source software library
developed by Google, primarily used for numerical computation and numerical computation and large scale machine learning with a strong emphasis on deep learning. അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി എന്താണ് ecosystems of tools നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സോ it provides a comprehensive ecosystem of tools, libraries, and community resources to facilitate the building, training, and deployment of machine learning models. അതേപോലെ തന്നെ കീ ആസ്പെക്ട്സിലേക്ക് വരുമ്പോൾ ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് ആണ്. ഓപ്പൺ സോഴ്സ് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇതാണ് TensorFlow is freely available and maintained by a large community, making it accessible for researchers and developers globally. സോ ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് ആണെന്ന് പറയുന്നു. ഫ്രീലി നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റീസ് അവൈലബിൾ ആണ്. റിസർച്ചേഴ്സിനും ഡെവലപ്പേഴ്സിനൊക്കെ ഈസിലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഡീപ്പ് ലേണിംഗ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ടെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ അറേ ആണ്. സോ ഒരു ഫണ്ടമെന്റൽ ഡാറ്റ സ്ട്രക്ചർ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ലാർജ് ഡാറ്റ സെറ്റിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഡീപ്പ് ലേണിങ്ങിൻ്റെ ഒരു ഓവർവ്യൂ പറയുന്നത്, ടെൻസർഫ്ലോവിൻ്റെ ഒരു ഓവർവ്യൂ പറയുന്നത്. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് നമുക്കിനി ആ ഒരു ഡാറ്റ സെറ്റിനെ കുറിച്ച് ചെയ്യാം. നമുക്ക് വേണ്ടുന്ന ലൈബ്രറീസ് ആദ്യം ഇമ്പോർട്ട് ചെയ്തെടുക്കാം. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ പാണ്ടാസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD, അതേപോലെ ഫ്രം sklearn ഡോട്ട് pre-processing, import label encoder from sklearn dot model selection, import train test splitter. സോ pre-processing label encoder, അതേപോലെ തന്നെ മോഡൽ സെലക്ഷൻ. ദെൻ നമുക്ക് ഇമ്പോർട്ട് matplotlib കൂടി ഇമ്പോർട്ട് ചെയ്യാം. സോ matplotlib ഡോട്ട് pyplot ആസ് plt. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെൻസർഫ്ലോ ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് ടെൻസർഫ്ലോ ആസ് tf.
അതേപോലെ തന്നെ ടെൻസർഫ്ലോയിൽ നിന്ന് നമുക്ക് മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യണം. സോ കീറാസിൽ നിന്നാണ് നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ ഫ്രം എന്ത് കൊടുക്കുന്നുണ്ട്, ടെൻസർഫ്ലോ ഡോട്ട് കീറാസ് ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് കൊടുക്കുക, സീക്വൻഷ്യൽ കൊടുക്കുന്നുണ്ട്. സോ സീക്വൻഷ്യലാണ് നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൈബ്രറി, ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫ്രം ടെൻസർഫ്ലോ ഡോട്ട് കീറാസ് ഡോട്ട് ലെയേഴ്സ് കൊടുക്കുന്നുണ്ട്, ബിക്കോസ് നമുക്ക് ഓരോ ലെയേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഡെൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി കണക്റ്റഡ് ലെയറിനെയാണ് നമ്മൾ ഡെൻസ് ലെയർ എന്ന് പറയുക. സോ ഓരോ ന്യൂറോൺസിനെയും കംപ്ലീറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻപുട്ട് ലെയറും അതിൻ്റെ കറസ്പോണ്ടിങ് ഹിഡൻ ലെയറും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഔട്ട് ലെയർ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഡെൻസ് ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒപ്റ്റിമൈസർ വേണം. ടെൻസർഫ്ലോ ഡോട്ട് കീറാസ് ഡോട്ട് ഒപ്റ്റിമൈസേഴ്സ് ഇമ്പോർട്ട്. നമ്മൾ ആഡം ഒപ്റ്റിമൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ആഡം എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേ ബി വാണിംഗ് മെസ്സേജ് ഒക്കെ വരാം, ഇഗ്നോർ ചെയ്യാം. ഞാൻ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഡാറ്റ ഫ്രെയിം ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഡാറ്റ ഈക്വൽസ് pd ഡോട്ട് റീഡ് അണ്ടർസ്കോർ CSV ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഡ്സിൽ കൊടുക്കുക, ഡാറ്റ സെറ്റിൻ്റെ നെയിം കൊടുക്കുക. ഐ തിങ്ക് ഡയമണ്ട് ആണ്, ഡി എല്ലാം ലോവർ കേസ് ആണ്. സോ ഡയമണ്ട് ഡോട്ട് CSV ഫയൽ നെയിം കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം ആ ഡാറ്റയും കൂടെ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഡാറ്റ എടുത്തിട്ട് നമുക്ക് നോക്കാം. സോ ഇത് മെയിൻലി ഈ ഒരു ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് ഡയമണ്ടിന് ഓരോ വെയിറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. കട്ട് ഉണ്ട്, കളർ ഉണ്ട്, ക്ലാരിറ്റി, പോളിഷ്, അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആണെന്ന് പറയാൻ കാരണം കേട്ടോ. നെക്സ്റ്റ് ഓക്കെ, സോ നമുക്കിവിടെ ഡാറ്റ കാണാം. 6000 റോസും 8 കോളംസും ആണ് ഇതിൽ മെയിൻലി ഉള്ളത്. സോ കട്ട് ഉണ്ട്, കളർ, ക്ലാരിറ്റി, ഇതൊക്കെ കംപ്ലീറ്റ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. സോ എത്ര ക്യാരറ്റ് വെയിറ്റ് ഉണ്ട് എന്നൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ നമുക്കിതിൽ നൾ വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആണ് മനസ്സിലാക്കുന്നു, പ്രൈസ് ആണ് നമ്മുടെ ടാർഗറ്റ് കോളം വരിക. സോ നമുക്കത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് സം കൊടുക്കുക, ദെൻ റൺ ചെയ്യുക. ദെൻ അതിന് ശേഷം ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഡോട്ട് ഡി ടൈപ്സ് കൊടുക്കുക, ദെൻ റൺ ചെയ്യുക. സോ ഇവിടെ മെജോറിറ്റി ഒബ്ജക്റ്റ് ടൈപ്പ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ കട്ട് തൊട്ട് റിപ്പോർട്ട് വരെയും എൻ്റയർ ഡാറ്റേനെ ഒബ്ജക്റ്റ് ടൈപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ഒബ്ജക്റ്റ് ടൈപ്പ് ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യാം, ലേബൽ എൻകോഡർ യൂസ് ചെയ്യാം. നൾ വാല്യൂസ് ഓൾറെഡി ഇല്ല. സോ നമുക്ക് ലേബൽ എൻകോഡർ യൂസ് ചെയ്തിട്ട് എല്ലാത്തിനെയും എന്ത് ചെയ്യാം, ന്യൂമറിക്കൽ കോളംസിലേക്ക് കൺവേർട്ട് ചെയ്യാം ഇതിനെല്ലാത്തിനെയും. സോ നമുക്കതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാം, LE_cut ഈക്വൽസ് label encoder function brackets, then next line data square bracket single quotes ഇത് കൊടുക്കുക, കോളം നെയിം കൊടുക്കുക, കട്ട് കൊടുത്തിട്ടുണ്ട്, ഈക്വൽസ് LE_cut dot object name dot fit_transform, then function brackets ഉള്ളിൽ കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ കോളം നെയിം കൊടുക്കുക. സോ ഫസ്റ്റത്തെ കോളം നെയിം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കളറ്, ക്ലാരിറ്റി, പോളിഷ്, സിമെട്രി, റിപ്പോർട്ട്, ഇനി 5 കൂടി വേണം. സോ ഞാൻ ഈ ഒരു പാറ്റേൺ തന്നെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിരുന്നുണ്ട്. സോ നെയിംസ് മാത്രം ചേഞ്ച് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, കട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് കോളത്തിൻ്റെ നെയിം കളറാണ്. സോ ഇവിടെ ചേഞ്ച് ചെയ്തിട്ടാം, അത് കോപ്പി ചെയ്യുന്നുണ്ട്. തന്നെ ഇവിടെയും ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് കോളം നെയിം കോപ്പി ചെയ്യുന്നുണ്ട്.
ചെയ്യാം. ഓക്കെ, ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പോളിഷ് ആണ്. പേസ്റ്റ് ചെയ്യാം. ഇവിടെ കോളം നെയിമിൻ്റെ അവിടെയും പേസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ഒബ്ജക്റ്റ് നെയിമിൻ്റെ അവിടെയും പേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വൺ സിമ്മട്രി ആണ്. കോപ്പി ചെയ്യുക. പേസ്റ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ റിപ്പോർട്ട്, ലാസ്റ്റ് വൺ റിപ്പോർട്ടാണ്. സോ അതും കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. കട്ടിൻ്റെ കംപ്ലീറ്റ്ലി കട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കളർ കൊടുത്തിട്ടുണ്ട്. ദെൻ ക്ലാരിറ്റി ഒക്കെയാണ്. പോളിഷ് കംപ്ലീറ്റ്ലി പോളിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. സിമെട്രി ഓക്കെ. ദെൻ റിപ്പോർട്ട്സ്. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. ദെൻ ഡാറ്റ എടുത്ത് നോക്കാം. സോ ഇപ്പം നമ്മൾ എൻറ്റയർ ഡാറ്റേനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ന്യൂമറിക്കൽ കോളംസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അത് ആ ഒരു പ്രോസസ്സ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഫീച്ചേഴ്സ് ടാർജറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. സോ ഫീച്ചേഴ്സ് ആയിട്ട് ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. ടാർജറ്റ് കോളത്തിന് ഡ്രോപ്പ് ചെയ്ത് കളയുവാണ്. സോ ഡ്രോപ്പ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, പ്രൈസ് കൊടുക്കുന്നുണ്ട്. പ്രൈസിൻ്റെ പി ഓക്കെ, പി അപ്പർ കേസ് ആണ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ ആക്സിസ് ഈക്വൽസ് 1 കൊടുക്കുന്നുണ്ട്. ദെൻ ഫീച്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർജറ്റ് ആണ്. സോ y ഈക്വൽസ് ഇത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ പ്രൈസ് കൊടുക്കുക. ദെൻ റൺ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആണ്. സോ അത് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കുക, എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ y train comma y test equals ഇത് കൊടുക്കുക, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ട്രെയിൻ അണ്ടർസ്കോർ ടെസ്റ്റ് അണ്ടർസ്കോർ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, എക്സ് കോമ വൈ കോമ ടെസ്റ്റ് സൈസ് കൊടുക്കുക. 0.25 ആണ് ടെസ്റ്റ് സൈസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക കേട്ടോ. ദെൻ റാൻഡം സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. റാൻഡം സ്റ്റേറ്റ് ഈക്വൽസ് ഒരു 20 കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് എക്സ്ട്രെയിൻ്റെ ഷേപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ എക്സ്ട്രെയിൻ ഡോട്ട് ഷേപ്പ് കൊടുക്കുക. ദെൻ റൺ ചെയ്യുക. സോ നമുക്ക് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ നോർമലി മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും ഒരു ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സീക്വൻഷ്യലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഡിഫറൻസ് ഇതിൽ വരും കേട്ടോ. സോ നമ്മൾ മോഡൽ ഈക്വൽസ് സീക്വൻഷ്യൽ നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇൻപുട്ട് ലെയറും ഫസ്റ്റ് ലെയറും ഒരുമിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇൻപുട്ട് ലെയർ ഫസ്റ്റ് ലെയർ ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. സോ അതും ഒന്ന് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. ഇൻപുട്ട് ലെയർ പ്ലസ് ഇതാണ് ഫസ്റ്റ് ലെയർ, അതാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലെയർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ ഡോട്ട് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ദെൻ ആഡിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഡെൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലെയർസിൽ നിന്ന് ഡെൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡെൻസ് കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റ്സിൽ എത്ര ന്യൂറോൺസ് വേണമെന്നുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട്. 50 ആണ് ഞാൻ കൗണ്ട് കൊടുക്കുന്നത്. ദെൻ ഫസ്റ്റ് ലെയർ ആയതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഡയമെൻഷൻ കൊടുക്കാനുണ്ട്. സോ ഇൻപുട്ട് ഡയമെൻഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫസ്റ്റ് തന്നെ എന്തോട്ട് എക്സ്ട്രെയിൻ്റെ ഷേപ്പ് ചെക്ക് ചെയ്തത്. ഇൻപുട്ട് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ആ കോളത്തിൻ്റെ കൗണ്ട്
7 ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഷേപ്പ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. സോ ഇൻപുട്ട് ഡയമെൻഷൻ എന്ത് കൊടുക്കുക, 7 ആക്കി കൊടുക്കുക. കോമ നെക്സ്റ്റ് ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുക്കണം. ഒരു അഡീഷണൽ പുഷ് പോലെ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്, കുറച്ചും കൂടി എന്താ പറയുക, ഒരു ഔട്ട്കമ്മിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ ഇവിടെ റെലു ആണ് കൊടുക്കുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ. ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ലെയറിൽ കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ മോഡൽ ഡോട്ട് ആഡ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡെൻസ് കൊടുക്കുന്നുണ്ട്. ഡെൻസ് ലെയർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്പർ ഓഫ് ന്യൂറോൺസ് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഞാനൊരു 100 കൊടുക്കുന്നുണ്ട് തവണ. ദെൻ ഫസ്റ്റ് ലെയറിൽ മാത്രം ഇൻപുട്ട് ഡയമെൻഷൻസ് കൊടുത്താൽ മതി. സെക്കൻഡ് ലെയർ തൊട്ട് എന്ത് കൊടുത്താൽ മതി, ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുക്കണം. അത് തൽക്കാലത്തേക്ക് ഇവിടെ സിംഗിൾ കോട്ട്സ് കൊടുത്താലും മതി കേട്ടോ. ഇവിടെയും സിംഗിൾ കോട്ട്സ് തന്നെ യൂസ് ചെയ്യും. ആക്ടിവേഷൻ ഫംഗ്ഷൻ റെലു ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ അതേപോലെ എത്ര ഹിഡൻ ലെയേഴ്സ് എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നമുക്ക് കുറച്ച് അധികം ഹിഡൻ ലെയേഴ്സ് കൊടുത്ത് നോക്കാം. സോ ഫസ്റ്റ് 100 അല്ലായിരുന്നു. സോ ഇവിടെ 200 കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലെയർ കൊടുക്കാം. ഇവിടെ നമുക്ക് ഇച്ചിരി കുറച്ചിട്ട് ഒരു 50 കൊടുക്കാം. ദെൻ നെക്സ്റ്റിൽ 100ൻ്റെ തന്നെ ഒരു ലെയർ ആഡ് ചെയ്യാം. ഒരു ലെയറും കൂടി ആഡ് ചെയ്യാം 100ൻ്റെ തന്നെ. ദെൻ ലാസ്റ്റ് ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കൊടുക്കാം, മോഡൽ ഡോട്ട് ഈ സെയിം പ്രോസസ്സ് തന്നെ, ബട്ട് ഡെൻസിൻ്റെ ഉള്ളിൽ 100 അല്ല 1 ആണ്. ബിക്കോസ് നമുക്ക് ഒരു ഔട്ട്പുട്ട് മതി, കംപ്ലീറ്റ്ലി ഔട്ട്പുട്ട് വേണ്ട. സോ ഇത് നമ്മുടെ ലാസ്റ്റ് ലെയർ ആയതുകൊണ്ട് തന്നെ ഇതായിരിക്കും എന്ത് ഔട്ട്പുട്ട് ലെയർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഫൈനൽ ഒരു ആൻസർ അല്ലേ വേണ്ടു. സോ അതുകൊണ്ട് തന്നെ ഡെൻസ് ലെയറിൽ എന്താണ്, ഒറ്റ ന്യൂറോണെ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇത്രയും ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അത് റണ്ണായതിനു ശേഷം നമുക്ക് കോൾ ബാക്ക് കൊടുക്കണം. അതിപ്പോൾ ക്വറി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് ഇലാബറേറ്റ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ പറഞ്ഞുതരാം കേട്ടോ. സോ കോൾ ബാക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് tf ഡോട്ട് keras ഡോട്ട് callbacks ഡോട്ട് ഏർലി സ്റ്റോപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ മോണിറ്റർ ഈക്വൽസ് ലോസ് ആണ് മോണിറ്റർ ചെയ്യാം. ഓക്കെ, ലോസ് ആണ് നമ്മൾ മോണിറ്റർ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. ആക്യുറസി വേണമെങ്കിൽ കൊടുക്കാം. പേഷ്യൻസ് കൊടുക്കാം. ഒരു 10 കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കമ്പൈൽ ചെയ്യാനുണ്ട്. സോ നെക്സ്റ്റ് ലൈനിൽ മോഡൽ ഡോട്ട് കമ്പൈൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ലോസ് ഈക്വൽസ് MSC എന്ന് പറയുന്നത് മീൻ സ്ക്വയർഡ് എറർ ആണ്. ഒപ്റ്റിമൈസർ ഈക്വൽസ് ആഡം ഒപ്റ്റിമൈസർ കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ ലേണിംഗ് റേറ്റും കൂടി കൊടുക്കുന്നുണ്ട്. ലേണിംഗ് റേറ്റ് ഈക്വൽസ് 0.001 കൊടുക്കുന്നുണ്ട്. ദെൻ മോഡൽ ഡോട്ട് സമ്മറി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഓരോ ലെയേഴ്സിലും നമ്മൾ കൊടുത്ത ന്യൂറോൺസിൻ്റെ കൗണ്ട്, എത്ര പാരാമീറ്റേഴ്സ് അവിടെ ജനറേറ്റ് ചെയ്തതെന്നുള്ള കൗണ്ടൊക്കെ നമുക്ക് ഇവിടെ വരും കേട്ടോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി പറഞ്ഞു തരാം. ഇത് കഴിഞ്ഞിട്ടില്ല, നമുക്കിനി ട്രെയിനിങ് ചെയ്യാനുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഡീപ്പ് ലേണിംഗ് എന്താണെന്ന് പറഞ്ഞിരുന്നു, അതേപോലെ തന്നെ ടെൻസർ ഫ്ലോ എന്താണെന്ന് പറഞ്ഞിരുന്നു. അതിലെ ANN ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഡീപ്പ് ലേണിങ്ങിലെ ANN എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.